എവിടെങ്കിലും നിങ്ങൾ കണ്ടിട്ടാ വേൾഡിൽ കണ്ടിട്ടുണ്ടാ ചിരിക്കുന്ന ഒരു മൃഗത്തെ ചിരിപ്പിക്കാൻ വേണ്ടി ചിരിച്ച എന്നോട് അവനൊരു 80% അടുപ്പുണ്ടെങ്കിൽ എന്റെ ഉമ്മാടെ അവനൊരു 150%. ഈ പ്രശ്നമായി നിൽക്കുന്ന സമയത്ത് കയറിടണമെങ്കിൽ ഉമ്മ വിളിക്കണം. ഉമ്മ വിളിച്ചാ കുഴപ്പമില്ല. കണ്ടാ ഇനിയിപ്പോ കണ്ടാ ഉമ്മ വിളിച്ചു. നമ്മൾ ഇത്രയും പേര് നിൽക്കണപ്പോ കുതിര ഓടിയെന്നാണ് ഉമ്മ വിളിച്ചപ്പോ. അടുത്തേക്ക് പോയണ്ട ഉമ്മ വീട്ടിൽ നിന്ന് വിളിച്ചു. കുതിര അവിടെ ചെന്നു. ഉമ്മയുടെ വിളി കേട്ടപ്പോ അപ്പൊ തന്നെ കുതിര അവിടെ ചെന്നു. അതെ, കുതിര ചെന്നു, കുതിര ചെയ്യുന്നേ. ഇനി നമുക്ക് ഇനി നമുക്ക് കയറിടാം, പിടിച്ച് കയറിടാം. അല്ലാതെ അവൻ അനുസരിക്കൂല. അല്ലെങ്കിൽ അവൻ ചെന്ന് കഴിഞ്ഞാൽ ഇതേപോലെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോ നമ്മൾ കയറടിച്ച് വിട്ടു കഴിഞ്ഞു. ഉമ്മ ഒന്നുകൂടി വിളിച്ചേ. ഉമ്മ വിളിക്കാൻ കേട്ടോ. കണ്ടാ ഇതാ ഉമ്മയുടെ അടുത്തേക്ക് പോയതാണ്ടാ. അപ്പൊ നമുക്ക് പോയിട്ട് ഈസി ആയിട്ട് കണ്ടാ കയറ് പിടിക്കാം. കണ്ടാ ഉമ്മ ചോദിക്കുമ്പോ കൊടുക്കണ എന്റെ പൊന്നാരടാ. ആരും ആഗ്രഹിച്ചു പോലും. അതെ, ഇതുപോലൊരു സിതാനെ കിട്ടാൻ വേണ്ടി ആരും ആഗ്രഹിച്ചു. ആടാ ഉമ്മ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ മൂപ്പര് കയറില്ല, ഒന്നും പ്രശ്നമില്ല. അതാണ് അവര് തമ്മിലുള്ള ഒരു ബോണ്ട്. ഇപ്പൊ ഞാൻ ഇത്രയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും അവന് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാൻ പോയി അവൻ ഓടിയതെന്താ. പക്ഷെ ഉമ്മ വിളിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിലാവാൻ പോയി നിന്നില്ലേ. ഞാൻ പറഞ്ഞു തരാട്ടാ, ആനയുണ്ട് ഏതൊരു മൃഗാണെങ്കിലും തീറ്റ കൊടുക്കും, നമ്മളൊക്കെ ചെയ്യും. അതെ, പക്ഷെ മനുഷ്യനുമായിട്ട് ഇത്രയേറെ ഇണക്കമുള്ള ഒരു ജീവി ലോകത്ത് കുതിര മാത്രമേ ഉള്ളൂ. അതെ അതെ, ഇണങ്ങിയ അവരായിട്ട് ഇടയില്ല. അതാണ് കുതിരയുടെ ഒരു പ്രത്യേകത. ആന പോലും ഇടയും. എത്ര തീറ്റ കൊടുക്കുന്ന സ്നേഹം ഉണ്ടെങ്കിലും ഇടഞ്ഞു പോകും മറ്റു മൃഗങ്ങളെ. പക്ഷെ കുതിര മാത്രം ഇടയൂല. അതുകൊണ്ടാണ് ഇതിനെ വളർത്തിൽ തന്നെ ഈ ഭയങ്കരമായിട്ടൊരു ഇതാണെന്ന് പറയുന്നത്. അതെ, അത് പിന്നെ അത് മാത്രം എല്ലാരും പറയും കുതിരനെ മെരുക്കി വളർത്തണം, ഇണക്കി വളർത്താൻ പറ്റില്ല. കണ്ടില്ല ഇണക്കി വളർത്തണത്. ഇണക്കിയാണ് ഈ സാധനത്തിനെ വളർത്തുന്നത്. നമ്മൾ അത്രയും പേര് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഉമ്മ വിളിച്ചപ്പോ ഓൺ ദി സ്പോട്ട് അവൻ ഓടിപ്പോയില്ലേ. ഉമ്മാനെ നോക്കി നിൽക്കാം. ഉമ്മ അങ്ങോട്ട് പോവുകയും ചെയ്തു. അവൻ അവിടെ നിൽക്കാണ് ഉമ്മാനെയും നോക്കി. ഒന്നും കൂടെ ഇവനെ നമ്മൾ ചിരിപ്പിക്കാനിട്ടാ. കുതിര ചിരിക്കും. ദിൽഷാദിന്റെ സിദാൻ കുതിരനെ ചിരിപ്പിക്കാനിട്ടാ. എവിടെങ്കിലും നിങ്ങൾ കണ്ടിട്ടാ വേൾഡിൽ കണ്ടിട്ടാ ചിരിക്കുന്ന ഒരു മൃഗത്തെ ചിരിപ്പിക്കാൻ വേണ്ടി. ചിരിച്ച പല്ല് 32 പല്ലില്ലാന്നുള്ളൂ, ബാക്കി എല്ലാ പല്ലും അവന്റെ കാണാം. കണ്ടില്ലേ? എത്ര മാസത്തെ ട്രെയിനിങ് ആണ്? ഇതൊരു 2.5 മാസത്തെ ട്രെയിനിങ് ആണ്. സാധാരണ നമ്മൾ ഇങ്ങനെ കുതിരയുടെ മൂത്രത്തിന്റെ സ്മെല്ല് അടിക്കുമ്പോൾ ഇങ്ങനെ കാണിക്കാറുണ്ട്. അതെന്തോ ഫ്ലക്സ്മാൻ റിയാക്ഷൻ എന്നൊക്കെ പറയാം. ചിലവർ പറയും ഞാൻ മൂത്രം തെളിച്ചിട്ട് അങ്ങനെ ആക്കണമെന്ന്. ഇത് അങ്ങനെയല്ല. ഞാനൊരു 2.5 മാസം കൊണ്ട് പഠിപ്പിച്ചതാണ് അവനെ. ഇപ്പൊ ഇവിടെ എന്തെങ്കിലും അവന്റെ എന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ? മലയാളത്തിലെ എല്ലാ വാക്കുകളും അവനറിയാം. വീട്ടിൽ സംസാരിക്കുന്ന അറിയാം. അപ്പൊ അവൻ എന്തെങ്കിലും ഒരു കുരുത്തക്കേട് കാണിക്കാൻ നിൽക്കുക, ഉമ്മ അവിടെ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി നിൽക്കും. മുക്കില് പോയി നിൽക്കും പേടിച്ചിട്ട്. ഉമ്മാനെ പേടിയാണ്. പിന്നെ അതുപോലത്തെ അല്ല, ഒരു ബന്ധുക്കൾ വന്നു കഴിഞ്ഞാല് ഗസ്റ്റ് വന്നു കഴിഞ്ഞാല് അവനുള്ള ഒരു കവർ അവരിൽ ഉണ്ടാവും. നമ്മുടെ വീട്ടിലെ ഗസ്റ്റ് മുന്തിരി കൊണ്ടുവരും. അതില് സിദാന് വേണ്ടി ഒരു കുഞ്ഞു കവർ അവരിൽ ഉണ്ടാവും. എല്ലാ ഗിഫ്റ്റുകളും ഉണ്ടാവും. ഫാമിലിക്ക് മൊത്തം അറിയാം സിദാൻ ഉണ്ടെന്ന്. അതിപ്പോ നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാര് കുതിരക്ക് എന്ത് വിശേഷം ഉണ്ട്, കുതിര സുഖമായിട്ടിരിക്കണെന്ന് ചോദിക്കൂല, സിദാൻ സുഖമായിട്ടിരിക്കണെന്ന് ചോദിക്കുള്ളൂ. പേരെടുത്താ ചോദിക്കുള്ളൂ. അവർക്ക് കുതിര എന്നുള്ള ഇത് മാറി, അംഗം പോലെ. സിദാന് സുഖല്ലേ, സിദാൻ ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുള്ളൂ. അല്ലാണ്ട് ആ വഴിക്ക് വന്നപ്പോ സിദാന്റെ വഴി വീട് ചോദിച്ചാൽ മതി, കാണിച്ചു തരും. എന്ന് പറയണ്ട, സിദാന്റെ വീട് എവിടെയാന്ന് വെച്ചാൽ ഇവിടെ ഈ നാട്ടിലുള്ള ആരും കാണിച്ചു, മിക്ക പേർക്കും അറിയാം. അതെ, കുട്ടികൾക്ക് വരെ അറിയാം. ഇപ്പൊ രാവിലെ ആൾക്കാർ പറയും നിങ്ങളുടെ കുതിര കരയണ ശബ്ദം കേട്ടു എന്നല്ല പറയാ, സിദാൻ കരയണ ശബ്ദം കേട്ടു എന്ന് പറയാ. പിന്നെ ഇവിടെ ഉള്ളവർക്ക് ഞാൻ ഇവനെ പുറത്തിറങ്ങി കഴിച്ചു കഴിഞ്ഞാല് അവിടെ ഉള്ളൊരു ചേച്ചി എപ്പോഴും ചോദിക്കും അവനെ കൊടുക്കരുതിട്ടാന്ന് പറയും, സിദാന് കൊടുക്കരുതിട്ടാ. അങ്ങനെ അപ്പൊ അവന് ഒരുവിധം അറിയാം അവനെ എല്ലാ കാര്യങ്ങളും. ചിരിച്ചടാ, കണ്ടാ ഒന്നുകൂടി ചിരിച്ചേ. കണ്ടാ പല്ലൊക്കെ തേപ്പിച്ചു കൊടുക്കുവോ? പല്ലും തേപ്പിക്കും വേണമെങ്കിൽ. അങ്ങനെ ഞാൻ വിളിച്ചു നോക്കട്ടെ. ഓ കുതിര ചെവി തിരിഞ്ഞണ്ട, ഈ സൈഡിൽ കൊടുത്തിപ്പോ ഒരു ചെവി മാത്രം തിരിച്ചേണ്ട. നീ തിരിച്ചാതെ അപ്പുറം ഒരു മുട്ട് വിട്ടു നോക്കി. തിരിയണ്ട. അപ്പൊ കുതിരക്ക് അറിയാം എവിടെ നിന്നൊക്കെയാ വരുന്നതെന്ന് അറിയാം, സെൻസ് അറിയാം കുതിരക്ക് നന്നായിട്ട് അറിയാം. ടേക്ക് 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 കം ഓൺ ടേക്ക്. കണ്ടാ
കാലിങ്ങനെ പൊക്കി 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 നടക്കണ ഇതില്ലേ, അങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് വരാം. ഇനി അത് നമ്മൾ ഫുൾ ട്രെയിനിങ് കഴിയുമ്പോൾ കുതിരനെ നമുക്ക് ഇങ്ങനെ ഓടുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ആക്കി പോകാൻ പറ്റും. സൈഡ് 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 നടക്കും കുതിര. കാല് നോക്കി കണ്ട, ഈ കാലൊന്നിക്ക് തൊട്ട് നോക്കി, നിക്ക് കാലൊന്നിക്ക് തൊട്ട് നോക്കി കണ്ട, നല്ല കട്ടിയാ. അപ്പൊ ഇവന് ലൈക്ക് ഇപ്പൊ ഇതിൽ വല്ല അസുഖങ്ങളൊന്നും തോന്നുന്നില്ലല്ലോ. അപ്പൊ കൊറേ ഒക്കെ നമുക്ക് ഇങ്ങനെ സേവ് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് നടക്കണ. ആദ്യത്തെ പഴയ കൂടാതല്ലേ? അതെ, പഴയ കൂടെ അവിടെയായിരുന്നു ചെരിഞ്ഞ് കിടക്കണത്. അതെന്ന് വെച്ചാൽ മഴക്കാലത്ത് ഇവിടെ വലിയൊരു മരം ഉണ്ടായിരുന്നു. ഈ മരം ആ കൂടിന്റെ മേലെ കൂടെ വീണു. ഭാഗ്യത്തിന്, അതായത് ഇവിടെ ഉള്ളവരെ പ്രാർത്ഥന കൊണ്ടാണോ എന്താണോന്ന് അറിയില്ല, കുതിര ആ സമയത്ത് ഇറങ്ങി ഓടി. മരം മറിയണ സമയത്ത് കുതിര ഇറങ്ങി ഓടി, അല്ലെങ്കിൽ അവൻ അതിനുള്ളിൽ പെട്ടാണ്. കുതിര ഇറങ്ങി ഓടി. അങ്ങനെ ഈ കൂട് പണിതിട്ട് ഇവൻ ഇവിടെ നിന്ന് മഴ കൊള്ളുമായിരുന്നു. ഉപ്പാക്കും ഉമ്മാക്കൊന്നും ലൈക്ക് രാത്രി ഉറക്കം വരെ കിട്ടില്ല, കാരണം ഇവൻ നിന്ന് മഴ കൊള്ളുകയാണ്. ഇത്ര വലിയ മഴയില്ല, അവർ അതിന് ഉറങ്ങാം. അങ്ങനെ ഒരു 2 ദിവസത്തിനുള്ളിൽ സാധനങ്ങൾ വാങ്ങിച്ച് പണിത കൂടാണിത്. കുതിര പോന വേണ്ട, കുതിര ഉമ്മ വിളിച്ചപ്പോ കുതിര ഓടി വന്ന വേണ്ട. ഒന്ന് ചിരിക്കാൻ പറഞ്ഞു ഉമ്മ. കണ്ടാ ചിരിക്കും. ഉമ്മയാണപ്പ ചിരി, ഉമ്മയായിട്ട് നല്ല ഇണക്കത്തിലാണ്. ഒന്നുകൂടി പറഞ്ഞിരിക്കും. ചിരിക്കണേണ്ടാ, ഉമ്മനെ കാണുമ്പോ ചിരിക്കും. ഉമ്മയാണ് ചിരി പിടിപ്പിച്ച. ഈ എവിടെയെങ്കിലും ഇന്ത്യയിൽ തന്നെ അപൂർവമാണ് ചിരിക്കണ കുതിര. ഉമ്മ, ഇവൻ കടി തൊഴി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? വേറെ അടുത്തില്ല അല്ലേ? ഉമ്മ ഇപ്പൊ പുറത്തൊക്കെ പോകുമ്പോ ഇവനെ ആരാ നോക്കണേ? പിണക്കാണ്. അതെല്ലേ, അവരെവിടെയെങ്കിലും യാത്ര പോകുമ്പോഴേ കാറ് കിടക്കണണ്ട, അപ്പൊ ആ കാറിൽ കേറാൻ ഓടി വരുമല്ലേ? ഇവിടെ പോനാണ്ട, വിളിച്ചാ അങ്ങോട്ട് പോരുമല്ലേ? വിളിച്ചാ നമ്മുടെ കൂടെ മൂപ്പര് ഉണ്ടാവും. ഇത്ര മലയാളം പഠിച്ച വേറൊരു പെറ്റ്സ് ഉണ്ടാവൂല. അവനറിയാ എന്തെങ്കിലൊക്കെ അനുസരിക്കുന്നല്ലാതെ ഇത്ര കൃത്യമായിട്ട് മലയാളം പറയണ, മലയാളം അനുസരിക്കാണ് അവൻ. വരുമ്പോ തന്നെ ഇങ്ങനെ കമ്മും. അത് നമ്മള് ഓരോന്നും ഇങ്ങനെ കൊടുത്ത ആൾക്കാരെ പഠിക്കണ ശീലല്ലത്. അത് ഒറ്റയ്ക്കാണെങ്കിൽ കട പിന്നാലെ ഓടിക്കൊണ്ടിരിക്കും. അതെയാ, അത് ശരി. അന്നൊന്നും നോക്കണമല്ലോ. ക്യാമറ ഓടിയടാ, നീ ഓടി ചെല്ല്. നീ ഓടിക്കോ. പിന്നാലെ പിടിച്ചോ. അവൻ എന്നെയല്ല, അവനെ കടിച്ച ഓടിച്ചിട്ട് കടിച്ച. പിടിച്ചാ എവിടെയാ അവനിവിടെ എന്റെ ബാക്കിൽ നിൽക്കണത്. നീ ഇങ്ങോട്ട് വാടാ, അവനെ പിടി. അങ്ങോട്ട് ചെല്ല്, ആ തെങ്ങിന്റെ ബാക്കിൽ ചെല്ല്. നീ ചെല്ല്. കണ്ടാ നിന്നെ വിളിക്കാനുണ്ട്. നീ എവിടെയാന്ന്? നിന്നെ വളരെ വന്നു. ചെല്ല്, നീ എന്റെ പുറകെ കൂടെ എടുക്കാതെ. നീ അങ്ങോട്ടും ചെന്ന് നോക്കിയാ നിന്റെ പിന്നാലെ വരും. ചെല്ല്. ഓ, ഞാൻ ഓടുകയാണെങ്കിലും അതിന്റെ പുറകെ വരുമല്ലേ? കളിക്കുന്ന കുതിര കണ്ടില്ലേ? ഇടുവാ, ഇപ്പൊ ഇതായി വാറായി. അതെ, ടെമ്പർ കയറിയ കുതിര കണ്ടില്ലോ? ഇങ്ങനെ കളിയുണ്ട് അതിൽ. പൊന്നോ, അവിടെ ഓടിയ കൈ കാണിച്ചു കഴിഞ്ഞാൽ ഡയറക്ഷനിൽ ഓടും മൂപ്പര്. അതെല്ലേ? ഇവന്റെ അടുത്തേക്ക് ഒന്ന് വിടാവോ? അവനൊറ്റയ്ക്ക് ഉള്ളിൽ കയറി ഓടിക്കഴിഞ്ഞാൽ ഓടും. നീ ചെല്ല്.
എന്റെ ബാക്കിൽ നിക്കില്ലടാ. അവൻ ഒറ്റയ്ക്ക് നിൽക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവന്റെ പിന്നാലെ ഓടും. സ്റ്റോപ്പ്, ഹോൾഡ്, ഹോൾഡ്, ഹോൾഡ്. എടാ കണ്ടാ നിന്നേടാ. ഹോൾഡ് പറഞ്ഞപ്പോ നിൽക്കും. ഇവന്റെ ചെവി കണ്ട, ചെവിയുടെ ഇതൊന്ന് ഡയറക്ഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ചെവിയുടെ ഇന്ത്യൻ കുതിരകൾക്ക് മാത്രമാണ് ഉള്ളിലോട്ട് കൂട്ടി മുട്ടുന്ന ചെവി ഉണ്ടാവുന്നത്. എങ്ങനെ അങ്ങനത്തെ ഇന്ത്യൻ കുതിരകൾക്ക്. അതില് നല്ല കുതിരകളുടെ ചെവി ഇങ്ങനെ കൂട്ടി മുട്ടിയിരിക്കും, മറവാരി ആ ലെവലില്. നമ്മുടെ കുതിരയുടെ ഇവന്റെ ചെവി കൂട്ടി മുട്ടുന്ന ചെവിയാണ്. അത് ചില ഡയറക്ഷനിലാണ്. പിന്നെ പണ്ട് യുദ്ധത്തിന് പോണ ആൾക്കാരില്ലേ, ഈ കുതിര നമ്മ എങ്ങട് ഡയറക്ഷൻ കാണിക്കുന്നോ സൗണ്ട് വരുന്നു അതിന്റെ ആ സൈഡിലേക്ക് കുതിര ചെവിട് ഇങ്ങനെ ആക്കും. അപ്പോ യുദ്ധത്തിന് പോണ ഭടന്മാര് കുതിരയുടെ ചെവിടിന്റെ ഡയറക്ഷൻ നോക്കുമ്പോ അവർക്കറിയാം ആ സൈഡിൽ നിന്ന് എന്തോ വരാൻ പോകുന്നുണ്ടെന്ന്. കാരണം കുതിര അപ്പയ്ക്ക് ചെവി തിരിക്കും ആ സൈഡിലേക്ക്. നമ്മളിങ്ങനെ കുതിര നിൽക്കണ നമ്മൾ ഇവിടെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ആ ചെവി മാത്രം കുതിര അങ്ങോട്ട് തിരിക്കും. അപ്പൊ അവർക്ക് അങ്ങനെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ പറ്റും. സിദാൻ ഈ കാലൊന്ന് നോക്കിയേ, കാല് നോക്കിയേ, കാല് നോക്കിയേ, കണ്ടോ പറഞ്ഞപ്പോ കേട്ടണ്ട. അത് മാത്രല്ല ഇപ്പൊ ഇവന്റെ മേത്ത് ഇവന് എവിടെ വടി തട്ടിയാലും പേടിയില്ല. ഇപ്പൊ ഞാൻ പറയാണ് വടിയും അടിച്ചാടാ, കണ്ടാ അടിച്ചു അടിച്ചു, വടിയും അടിച്ചേണ്ട. ഞാൻ പറയാണ് അടിച്ചേ, വീശി അടിച്ചേ, വീശി അടിക്കി, ഒന്നുകൂടി അടിക്കി, ഒന്നുകൂടി അടിച്ച വടിയുമേ, കണ്ടാ. അതായത് കരാട്ടെ പഠിപ്പിച്ചു. അപ്പൊ ദിൽഷാദിനെ ഒരു സേവ് ചെയ്യും അത്യാവശ്യം കുതിര. അതായത് ഇവനോട് ഞാൻ അടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അടിക്കും. ഞാൻ കാണിച്ചാ അതെ അടിച്ചേ, കാലുകൊണ്ട് അടിച്ചേ, വീശി അടിച്ചേ, സ്പീഡിലടിക്കി, സ്പീഡിലടിക്കി, കണ്ടാ. ഓയ്യോ നല്ല സ്പീഡിലടിക്കി. ചെയ്യും വേറെ മൂപ്പര് കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മളിപ്പോ ലഞ്ചിങ്ങിന് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കയറ് കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് കയറില്ലാണ്ട് തന്നെ ലഞ്ച് ചെയ്യാൻ പറ്റും. ലഞ്ചിങ്ങിന്റെ ഇടയിൽ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും. ഇല്ലാത്തൊരു ടൈമിൽ ഇതിനാരാ നോക്കണം? എന്റെ ഉമ്മ നോക്കുന്നത് പൂർണ്ണമായിട്ട്. അതായത് എനിക്ക് എന്നോട് അവനൊരു 80% അടുപ്പുണ്ടെങ്കിൽ എന്റെ ഉമ്മാടെ അവനൊരു 150% അടുപ്പാണ്. അത്ര സ്നേഹമാണ് ഉമ്മാട്. അവന്റെ ആ ഒരു എക്കോസിസ്റ്റം ഈ പറമ്പിലാണ്. അതായത് ഇവിടെ കൂട്ടിയിടലില്ല. അവനെ കൂട്ടിയിടാറില്ല, കൂടാണ്. അവന് ഇഷ്ടമുള്ളപ്പോ അവൻ കൂട്ടി പോയി നിൽക്കും. അവന് ഇല്ല ഫുഡ് കഴിക്കണേ കൂട്ടി പോയി നിൽക്കും. ഇവിടെ അവൻ വൈകുന്നേരം കിടന്ന് ഇങ്ങനെ നടക്കാനും അവന് ഓടണം തോന്നി ഓടാനും. അത് അവന്റെ ചെറിയ ചെറിയ വികൃതികളാ. ആ വലിയ തെങ്ങായിരുന്നു അത്. ഈ തെങ്ങ് അവൻ കടിച്ച് ഈ തെങ്ങ് വലിയൊരു പാള പോലെയാക്കി. എന്നിട്ട് ആ തെങ്ങിനെ മറിച്ചിട്ടു. എന്നിട്ട് നമ്മൾ ആ മറിച്ച പീസ് നമ്മൾ മാറ്റിയിട്ടു. പക്ഷെ എന്നിട്ട് അവനെ കടിച്ച് ആ ലെവലാക്കി. ഇനിയിപ്പോ അടുത്ത വരവിലാണ് ഇവിടെ ഇവൻ വരുന്നതിന് മുന്നേ ഒരു 100 വാഴയും ഒരു 10-20 ജാതിയുടെ അടുത്തുണ്ടായിരുന്നു. അതായത് നല്ല വരുമാനം കിട്ടുന്നതാണ് ജാതിയും വാഴയൊക്കെ. എന്ത് ചെയ്ത് വാഴയൊക്കെ പോയി കംപ്ലീറ്റ് മൂപ്പര് തന്നെ തവിടുപൊടിയാക്കി. പിന്നെ ഇനിയിപ്പോ ഈ 20 ജാതിയിൽ ആ ഒരു ജാതി ഉണ്ട്. മറ്റുള്ള കുതിരകളെ പോലെയല്ല, ഭയങ്കര ടോയ്ലറ്റ് ട്രെയിൻഡ് ആണ് മൂപ്പര്. പോയെ ഭയങ്കര ടോയ്ലറ്റ് ട്രെയിൻഡ് ആണ് മൂപ്പര്. അതായത് കൂട്ടില് ചാണകം ഇടുക, മൂത്രം ഒഴിക്കുകയില്ല. അപ്പൊ എവിടെയാണ് അത് പുറത്ത് വന്നിട്ടു, അവിടെ വന്നിട്ടിട്ട് പോകും. ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോ ഇവൻ ഫുഡ് കഴിക്കാന്ന് വിചാരിക്കാം. ഇതിന്റെ ഇടയിൽ ഇവൻ മൂത്രം ഒഴിക്കാൻ മുട്ടി കഴിഞ്ഞു കഴിഞ്ഞാല് ഫുഡ് അവിടെ നിർത്തിയിട്ട് പുറത്ത് പോയി അവിടെ പോയി ഒഴിക്കും. ഇനിയിപ്പോ മഴ വരാന്ന് വിചാരിക്കാം. ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം ചോദിക്കാൻ. ഇങ്ങോട്ട് വന്നേ, അവിടെ നിൽക്കാം, അവിടെ നിൽക്ക്. സ്റ്റോപ്പ് സ്റ്റോപ്പ് നിക്കാൻ പറഞ്ഞു. എങ്ങനെയാ സിദാന്റെ സ്വഭാവമാണ് തല വെച്ച് ഇടിക്കുവോ? സിദാൻ തല വെച്ച് ഇടിക്കലായിരുന്നു, ഇവൻ തല വെച്ച് കമ്മാണ്. അതെ. എത്ര വയസ്സുള്ളപ്പോ ഇതിനെ കൊണ്ടുവന്ന? നമ്മള് ഏറെക്കുറെ ഒരു മാസം ഉള്ളപ്പോഴാണ് ഇവനെ വാങ്ങുന്നത്. എവിടുന്ന് അത് കൊണ്ടുവന്നത്? അത് ഗുജറാത്തിലെ കത്തിവാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മാസം പ്രായമുള്ളപ്പോഴാണ് ഇവനെ വാങ്ങുന്നത്. അതില് ആ ഒരു മാസം എനിക്ക് അവിടെ യാഷിൻ മാലിക് എന്ന് പറഞ്ഞ ഫ്രണ്ട് ഇവന്റെ ഫോട്ടോ അയച്ചു തന്നിട്ട് ഒരു മാസം പ്രായമുള്ളപ്പോൾ ഞാൻ അഡ്വാൻസ് കൊടുത്തു. അങ്ങനെ ആള് അവിടെ നിന്ന് വാങ്ങിച്ച ഒരു മാസത്തില് ആളുടെ ഫാമിൽ കൊണ്ടു നിർത്തി. കാരണം ഇതിന് പാലും കാര്യങ്ങളൊക്കെ കൊടുക്കണല്ലോ. അങ്ങനെ 2 മാസം പാലാണ്, പശുവും പാല് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിപ്പിച്ചു കൊടുത്തതാണ് അവിടെ വെച്ച് തന്നെ. അങ്ങനെ ഒരു 2.5 മാസം ഉള്ളപ്പോ അവരൊരു ബൊലേറോ പിക്കപ്പില് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അങ്ങനെ 2.5 മാസം മുതൽ ഇപ്പൊ 6.5 വയസ്സായി. ഈ സമയം വരെ നമ്മുടെ കൂടെ ഉണ്ട്. ഒരു മാസം എന്ത് ചെലവാകും? ഒരു മാസം ഒരു 10 രൂപ ആ ചെലവ് വരും. 10,000 രൂപയുടെ അടുത്ത് ചെലവ് വരും. അതായത് ത്രിബിൾ ബോഡിയാണിത്. അതെ, അവന്റെ ബോഡി കണ്ടറിഞ്ഞൂടാ. ബോഡി ത്രിബിൾ ബോഡിയാണ്. കുതിരക്ക് 3 സൈസ്, സിംഗിൾ ബോഡി, സെക്കൻഡ് ബോഡി, ത്രിബിൾ ബോഡി, അങ്ങനെ 3 ബോഡിയുള്ള കുതിര എന്ന് പറഞ്ഞാൽ അത്ര ആരോഗ്യവാനായിരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ 6 വർഷത്തിന്റെ മേളിലാണ് ഇതിനെ കൊണ്ടുവന്നിട്ട് ഏകദേശം 8 ലക്ഷം രൂപയുടെ അടുത്ത് ചെലവായിട്ടുണ്ട്. ഒരു മാസം 10,000 വെച്ചിട്ട് 6.5 വർഷം കൂട്ടുമ്പോ എങ്ങനെ പോയി കഴിഞ്ഞാൽ 8 ലക്ഷം രൂപയുടെ അടുത്ത് ചെലവ് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ചെലവാക്കുന്നത് അവനോടുള്ള സ്നേഹം കൊണ്ടാണ്. പിന്നെ എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും, ഞാൻ
ഒരു നേരം പോലും കൊണ്ടുവന്നിട്ട് ഇത്രയും വർഷത്തിന്റെ ഇടയിൽ ഒരു നേരം പോലും അവന്റെ തീറ്റ മുടക്കിയിട്ടില്ല. ഇത്രയും ബോഡിയുള്ള കുതിരയുടെ അടുത്തേക്ക് ഒരു സാധാരണക്കാര് പോവാന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പുറത്തുനിന്നുള്ള ആരെങ്കിലൊക്കെ വന്നാ അതായത് കുതിരേനെ പറ്റി അറിയാവുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ ഞാൻ മൂപ്പര് ചെറിയ ചെറിയ കുറുമ്പുകൾ കാണിക്കും ഇതേപോലെ. പക്ഷെ ഒരു അറിയാത്തൊരു കുഞ്ഞു കുട്ടിയാണ് ഇതിന്റെ അകത്ത് വരുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യില്ല. ഞാൻ കൺഫേം ആയിട്ട് പറയാം, ഒന്നും ചെയ്യില്ല. അവരെ അടുത്ത് ഇങ്ങനെ മണപ്പിച്ച് വെക്കുള്ളൂ. ഇതിപ്പോ അപ്പുറത്തെ വീട്ടിലെ പിള്ളേരൊക്കെ ജസ്റ്റ് ഇങ്ങനെ തീറ്റ കൊടുക്കാനൊക്കെ ഇതിനെ ചെറുപ്പത്തിൽ കാണുമ്പോ കളറ് വേറെ ബ്ലാക്ക് ആയി. ആ ചെറുപ്പത്തിൽ കാണുമ്പോ ഈ മണ്ണിലേക്ക് അതിന്റെ ഒക്കെ ഒരു കളർ, ഒരു ചാരക്കളർ. പിന്നെ നമ്മള് ഗ്രൂം ചെയ്ത് ബ്ലാക്ക് ആയി വന്നു. ഫുള്ള് ബ്ലാക്ക് ആയിട്ട് വന്നു. എന്നും ചെയ്യി കൊടുക്കും ഗ്രൂം ചെയ്ത് കൊടുക്കും. അതിലൊന്നും പുള്ളിക്ക് ഒരു മടിയും ഇല്ല. കുളിപ്പിക്കാൻ വിളിച്ചു കഴിഞ്ഞാലും മടിയില്ല. കുളിപ്പിച്ചു കൊടുക്കും, കയ്യും കാലും വൃത്തിയാക്കി കൊടുക്കും. നമ്മൾ അവിടെ എത്തിയിട്ട് പണ്ട് കാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ദിൽഷാദെ ഈ ടൈപ്പ് കുതിരയല്ലേ? അതെ, രാജാക്കന്മാര് ഉപയോഗിച്ചിരുന്നത് മാർവാരി കുതിരകളാണ്. മാർവാരി വലിയ സുൽത്താൻമാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സിംബൽ ഓഫ് പ്രൈഡ് എന്ന് പറയില്ലേ, അതേപോലെ. അടിക്കടാ കണ്ട. അന്നാ എല്ലാരും വിചാരിക്കും വടി തട്ടിയിട്ട് പേടിയാന്ന്. എവിടെ പേടിയുണ്ടാ? വടി കെട്ടുമ്പോ പേടിയുണ്ടാ? ഉണ്ടാ? അടിക്കടാ, അടിക്ക്. കണ്ടാ ഏത് ഷാമ്പൂട്ട് കുളിപ്പിക്കണേ? ഇവന് കുതിരക്ക് വേണ്ടി ഇറങ്ങുന്ന കെയർ ഡോം എന്ന് പറഞ്ഞ ഷാമ്പൂ ഉണ്ട്. എന്തായാലും സംഭവം മാഷാഅല്ലാഹ്. അതെ, തിളക്കം കണ്ട, വെയിലത്ത് നിൽക്കും വേണ്ടില്ല. അതെ, ജെറ്റ് ബ്ലാക്കിൽ വന്നേണ്ട. ഇതിനെ കാണാൻ വേണ്ടി ആരെങ്കിലൊക്കെ വരാറുണ്ട്? ഇതിനെ കാണാൻ വേണ്ടി ഫുൾ ടൈം ആൾക്കാരാ. ഇവിടെ അടുത്തുള്ള ആൾക്കാർ പിള്ളേർക്ക് ചോറ് കൊടുക്കണ ആൾക്കാർ കൊണ്ടുവന്നിട്ട് ഇവനെ കാണിച്ചു കൊടുത്തിട്ട് ചോറ്. അവിടുത്തെ ഒരു ചേച്ചി പറയും ഇവന് കുറെ നിബന്ധനകളുണ്ട്. രാവിലെ സൂര്യൻ ഉദിച്ച് 6 മണിയാകുമ്പോൾ ഫുഡ് കിട്ടണം, അല്ലെങ്കിൽ അവിടെ കൂട് കിടന്ന് ഒച്ച ഉണ്ടാക്കൽ തുടങ്ങും. ഇവിടുത്തെ ചേച്ചിമാര് പറയും ഇവന്റെ ശബ്ദം കേട്ടിട്ട് അവർ എണീക്കാന്ന്. സത്യത്തിൽ അലാറാണ്. രാവിലെ എത്ര മണിക്കാ? 6 മണിക്ക് ഫുഡ് കൊടുക്കും. ഉച്ചക്ക് 11:30-12 മണിയാകുമ്പോൾ അവന് ഫുഡ് കൊടുക്കും. വൈകിട്ട് 4:30 ഫുഡ് കൊടുക്കും. പിന്നെ ഉപ്പ വരുമ്പോ ക്യാരറ്റ് വാങ്ങിച്ചു കൊടുക്കും. വൈകുന്നേരം വരുമ്പോ ഉപ്പ വരുമ്പോ ഉപ്പാടെ വണ്ടി ഇതാ റോട്ടിൽ കൂടെ വരുന്നവന് അറിയാം. അതായത് പറഞ്ഞാൽ വിശ്വസിക്കില്ല, പക്ഷെ അവനറിയാം. അവൻ കരഞ്ഞു കഴിഞ്ഞ ഒരു 5 മിനിറ്റിനുള്ളിൽ ഉപ്പ എത്തിയിട്ടുണ്ടാവും. അതാണ് നിങ്ങളുടെ സിഗ്നൽ. വൈകിട്ട് കരഞ്ഞാൽ നിങ്ങളുടെ ഉപ്പ വരികയാണ്. അത് അവനറിയാം, കാരണം ഉപ്പാടയിൽ ക്യാരറ്റ് ഉണ്ടാവുന്ന അറിയാം. എത്ര മീറ്റർ ഈ കുതിര സ്മെല്ല് പിടിക്കും? അത് മറ്റേ സ്മെല്ലല്ല, അവർക്കൊരു സെൻസിങ് ആണത്. അത് സ്മെല്ലും തിരിച്ചറിയണം, എല്ലാവർക്കും അറിയാം അവർ വരുന്നത്. അത് വേറെ വണ്ടി പോയി കരഞ്ഞൊക്കെ അറിയില്ല, പക്ഷെ ഉപ്പാടെ വണ്ടിയുടെ ആ ഒരു ശബ്ദം ഉണ്ടല്ലോ, അത് അവനറിയാം. അപ്പൊ ആ വണ്ടി എടുത്ത് ഞാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ആ വണ്ടി ഉപ്പാടെന്നറിയാലോ, ആ രീതിയിൽ അവൻ അറിയാത്. ഇതിന്റെ ചെവി നോക്കിക്കോട്ടോ, ചെവി എല്ലാ ഭാഗത്തേക്കും തിരിയുന്നുള്ളതാ. കണ്ട, ഫ്രണ്ടിലേക്ക് ലവ് ചിഹ്നം പോലെ തിരിഞ്ഞേക്കണ കണ്ട. ഞാൻ സൗണ്ട് ഉണ്ടാക്കണ ഈ ഭാഗം മുതൽ ഇങ്ങനെ വരും. പിന്നെ ഫ്രണ്ടില് ബ്ലൈൻഡ് സ്പോട്ടാണ്, ഈ ഒരു ലെവലില് ബ്ലൈൻഡ് സ്പോട്ടാണ്. പക്ഷെ ഈ മറ്റേ ഈ മോണോക്കുലർ ഇത് അങ്ങനെ എന്തോ പറയാ. കാരണം നമ്മുടെ 2 കണ്ണിലും കാഴ്ച കണ്ടിട്ട് നമ്മൾ ഒരുമിച്ചായിട്ടാണ് പ്രോസസ് ചെയ്യുക. ബൈനോക്കുലർ വ്യൂ ആണ് നമ്മുടെ കുതിര എന്ന് വെച്ചാൽ 2 കണ്ണിലും 2 രീതിയിലാണ് പ്രോസസ് ചെയ്യുക. മോണോക്കുലർ വ്യൂ എന്ന് പറയാം. അതാണ് കുതിരകൾക്ക് അടുത്തോട്ട് പെട്ടെന്ന് വരുമ്പോ പേടി കൂടുതൽ എന്ന് പറയുന്നത്. പിന്നെ ക്രോസിങ്ങിന്റെ കാര്യങ്ങള് ലൈക്ക് ക്രോസിങ് എടുക്കാറുണ്ട്. 2 എടുത്തിട്ടുണ്ട്. ഇപ്പൊ അത് 2 പ്രഗ്നന്റ് ആണ്. അടുത്ത മാസം പ്രസവിക്കും. അപ്പൊ നമുക്കൊരു 60-61 ഇഞ്ച് ഹൈറ്റുള്ള ഫീമെയിൽസ് വല്ലതും വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് ചെയ്ത് കൊടുക്കേണ്ട രീതിയിൽ ചെയ്യുന്നുണ്ട്, ക്രോസിങ് എടുക്കുന്നുണ്ട് അതിന്.